നമ്മൾ സാധാരണ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന നേരം നമ്മൾ പർച്ചേസ് ചെയ്ത ആ പ്രൊഡക്റ്റ് എവിടെ എത്തി, അതിൻ്റെ സ്ഥിതി എന്താണെന്നൊക്കെ ട്രാക്ക് ചെയ്യണമെങ്കിൽ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത്, ഇപ്പോൾ ആമസോണിൽ നിന്നാണെങ്കിൽ ആമസോണിൻ്റെ ആപ്ലിക്കേഷനിൽ പോയി തുറന്ന് നോക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ട്രാക്കിംഗ് സെക്ഷനിലേക്ക് പോയിട്ട് നോക്കണം. എന്നാൽ അത് വേണ്ട, നമുക്ക് ഇമെയിലിൽ അതിനൊരു സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് ഇമെയിലിൽ കൂടെ നമ്മളെ പ്രൊഡക്റ്റ് ട്രാക്ക് ചെയ്യാം. അതിന് ചെറിയൊരു സെറ്റിങ്സ് മാറ്റം വരുത്തണം. ജിമെയിലിൽ നമുക്ക് ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആ സെറ്റിങ്സ് എന്താണെന്ന് നോക്കുക. ഓപ്പൺ ചെയ്യുക. ജിമെയിൽ ഓപ്പൺ ചെയ്തിട്ട് മേലെ 3 ലൈന് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സ് ഭാഗം ഉണ്ടാവും. താഴെ ഭാഗത്ത് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്താൽ നിങ്ങളുടെ ഫോണിലുള്ള ഏത് അക്കൗണ്ടാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലീറ്റ് സെറ്റിങ്സ് ഇവിടെ ഉണ്ടാവും. താഴെ ഭാഗത്തേക്ക് പോവുക. താഴെ ഭാഗത്തേക്ക് പോയാൽ കുറച്ച് നടുക്കായിട്ട് നിങ്ങൾക്ക് കാണാം പാക്കേജ് ട്രാക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ. അതൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. അത് ചെയ്താൽ മാത്രം മതി. ഇവിടെ എഴുതിയതൊന്ന് വായിച്ച് നോക്കുക. ഗൂഗിൾ വിൽ ഷെയർ ട്രാക്കിംഗ് നമ്പേഴ്സ് ഫോർ യുവർ പാക്കേജ് വിത്ത് ഷിപ്പിംഗ് കാരിയേഴ്സ്. യു വിൽ ഗെറ്റ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഹെയർ ഇൻ ജിമെയിൽ. അപ്പം ജിമെയിൽ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് അന്ന് നേരം കിട്ടിക്കോളും. അടിപൊളിയല്ലേ? ഓൺലൈനിൽ ഷോപ്പ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമുള്ള സംഗതിയാണ് ഈ സെറ്റിങ്സ് മാറ്റം വരുത്തി വെക്കുക. നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ട് ചങ്ങായിമാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.